next session is L-Hospital's rule. So L-Hospital's rule എന്താണെന്ന് പറയുന്നതിന് മുമ്പ് first we have to discuss about indeterminate forms. Okay. So limits of the form limit extends to x naught f of x by g of x, where limit extends to x naught f of x and limit extends to x naught g of x are both equal to 0 or infinity, so that the quotient rule cannot be applied, are called indeterminate forms. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ലിമിറ്റ് തന്നിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. ഇതെന്താണ്? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്താണ്? ഒരു റേഷണൽ ഫംഗ്ഷൻ ആണല്ലേ. സോ ഇവിടെ ഈ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ലിമിറ്റ് എങ്ങനെ ചെയ്യാം? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം അല്ല. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സ് എന്നെഴുതാം അല്ല. അങ്ങനെ നമ്മൾ എഴുതല് റേഷണൽ ഫംഗ്ഷൻസ് ആകുമ്പോൾ ഈ ലിമിറ്റിന് നമുക്ക് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇവിടെ ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണ് ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയാൽ ഇതെന്താ കിട്ടുക? ദിസ് വിൽ ബി ഈക്വൽ ടു 0/0. ഓക്കെ. സോ അപ്പോൾ നമുക്കിവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എങ്ങനെയെന്ന് കിട്ടി? ഇറ്റ് ഈസ് ഓഫ് ദ ഫോം 0/0. ഈ ഒരു ഫോമിൽ വരുന്നതിനെയാണ് നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയുന്നത്. ഇവിടെ ലിമിറ്റ് എന്ത് ഫോമിൽ വന്ന് 0/0 എന്ന ഫോമിൽ വന്നു. ഇങ്ങനെ ഒരു ഫോമിൽ വന്ന് നമ്മളിതിനെ ഇൻഡിറ്റർമിനേറ്റ് ഫോമാണെന്ന് പറയും. ഇനി ഇതേപോലെ ഇവിടെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി അവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി, അതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് ജി ഓഫ് എക്സും ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്താവും? ദിസ് വിൽ ബി ഈക്വൽ ടു ഇൻഫിനിറ്റി/ഇൻഫിനിറ്റി. ഇതും എന്താണ്? ഇതും ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. സോ ഈ ഫോമുകളിൽ വരുന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0/0 ഇൻഫിനിറ്റി ഈ ഫോമിൽ വരുന്ന ലിമിറ്റ്സിനെ നമ്മൾ ലിമിറ്റ്സ് ഓഫ് ഇൻഡിറ്റർമിനേറ്റ് ഫോം എന്ന് പറയും. സോ ഇതൊക്കെയാണ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസിൽ വരുന്നത്. 0/0, ഇൻഫിനിറ്റി, 0 ഇൻറ്റു ഇൻഫിനിറ്റി, 0 റേസ് ടു 0, 1 റേസ് ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി റേസ് ടു 0, ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ഇതെല്ലാം എന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആണ്. സോ ഒരു ലിമിറ്റ് ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ വരുമ്പോൾ അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റൂളാണ് L-Hospital's റൂൾ എന്താണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് L-Hospital's റൂൾ പ്രിലിമിനറി വേർഷനാണ്. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ലെറ്റ് എഫ് ആൻഡ് ജി ബി ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് എക്സ് നോട്ട്. assume that f of x naught equal to g of x naught equal to 0. If g dash of x naught not equal to 0, then limit extends to x naught f of x by g of x is equal to f dash of x naught by g dash of x naught. സോ L-Hospital റൂളിൽ പറയുന്നത് രണ്ട് ഫംഗ്ഷൻ എഫും ജിയും ഉണ്ട്. എഫും ജിയും എന്താണ്? ഒരു ഓപ്പൺ ഇൻ്റർവൽ എക്സ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എഫും ജിയും ഡിഫറൻഷ്യബിൾ ആണ്. ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ എഫിൻ്റെ വാല്യൂവും ജിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് നോട്ടും ജി ഓഫ് എക്സ് നോട്ടും ഈക്വൽ ടു 0 ആണെങ്കിൽ ആൻഡ് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് നോട്ട് ഈക്വൽ ടു 0 കൂടി ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നെഴുതാം. ഓക്കെ. സോ നമ്മൾ ഇവിടെ ലിമിറ്റ് L-Hospital റൂൾ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ വരുമ്പോൾ 0/0, ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ വരുമ്പോഴാണ് നമ്മൾ L-Hospital's റൂൾ അപ്ലൈ ചെയ്യുന്നത്. അവിടെ ഈ എഫും ജിയും എന്താവണം? ഒരു ഓപ്പൺ ഇൻ്റർവെൽ ഈ എക്സ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആവണം. ആൻഡ് ഫംഗ്ഷൻ്റെ വാല്യൂ എഫിൻ്റെയും ജിൻ്റെയും വാല്യൂ അറ്റ് എക്സ് നോട്ട് എന്താണ്? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? L-Hospital's റൂൾ അപ്ലൈ ചെയ്യാം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട്. സോ ഇങ്ങനെ എഴുതണമെങ്കിൽ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്താവത്? ഇറ്റ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0 കാരണം അത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. ഇതാണ് L-Hospital's റൂളിൻ്റെ പ്രിലിമിനറി വേർഷനിൽ പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. Find limit extends to 1 x cube minus 1 by x minus 1. ഓക്കെ. സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് നോട്ട് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട്. ഇത് എന്ത് ഫോമിലാണ് കിടക്കുന്നത്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്ന ഫോമിലാണ് കിടക്കുന്നത്. സോ ഇവിടെ എക്സ് നോട്ട് ഈക്വൽ ടു എന്താണ്? 1 ആണ്. എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് ക്യൂബ് മൈനസ് 1. ജി ഓഫ് എക്സ് എന്താണ്? എക്സ് മൈനസ് 1. ഓക്കെ. ആൻഡ് ഇതിൽ സോ ഇവിടെ ഈ ഫംഗ്ഷൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1
എക്സ് ക്യൂബ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇത് എന്ത് ഫോമിലാണോ എന്ന് നമ്മൾ നോക്കണം, ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാണോ എന്ന് നോക്കണം. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് 1 ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ഇനി ഇവിടെ എക്സ് ക്യൂബ് മൈനസ് 1 നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണല്ലോ, എക്സ് ക്യൂബ് മൈനസ് 1ഉം ഇത് എക്സ് മൈനസ് 1 എന്താ ജി ഓഫ് എക്സ്, രണ്ടും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് 1 നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എക്സിന് 1 എന്ന വാല്യൂ കൊടുക്കാം. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് 1 എന്താ കിട്ടുക, 1 മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് മൈനസ് 1 എന്താ കിട്ടുക, ഇവിടെ വീണ്ടും എക്സ് മൈനസ് 1 കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് മൈനസ് 1ൽ 1ൻ്റെ എക്സിൻ്റെ വാല്യൂ എക്സ് ഡയറക്റ്റ് ആയിട്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 മൈനസ് 1 എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു 0. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, 0/0 എന്നാണ് കിട്ടുന്നത്. അതെന്താണ്, ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. സോ നമുക്കവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണം. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സിൽ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അത് ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാവണം. ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എന്താവണം, 0യും ആവണം. സോ ഇവിടെ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി എഫ് ഓഫ് എക്സ് നോട്ടും ജി ഓഫ് എക്സ് നോട്ടും എന്താണെന്ന് നോക്കണം. സോ എഫ് ഓഫ് എക്സ് നോട്ട് എന്താണ്, 1 ആണ്. സോ എഫ് ഓഫ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്തായിരുന്നു, എക്സ് ക്യൂബ് മൈനസ് 1 ആണ്. സോ എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ക്യൂബ് മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ആൻഡ് ജി ഓഫ് എക്സ് നോട്ട് അതായത് ജി ഓഫ് 1 എന്താണ്, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ആണ്. സോ ജി ഓഫ് 1 ഈക്വൽ ടു 1 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ എഫ് ഓഫ് എക്സ് നോട്ടും ജി ഓഫ് എക്സ് നോട്ടും എന്താണ്, ഈക്വൽ ടു 0 ആണ്. Then we can apply the L Hospital's rule. അങ്ങനെയാണെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂളിൽ എന്താ പറയുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ആണെന്നാണ്. സോ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടും ജി ഡാഷ് ഓഫ് എക്സ് നോട്ടും കാണണം. സോ എഫ് ഡാഷ് ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് 3x² ആണെന്ന് എടുക്കാം. ആൻഡ് ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആവും. സോ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടും ജി ഡാഷ് ഓഫ് എക്സ് നോട്ടും ആണ് കണ്ടത്. ഇവിടെ എക്സ് നോട്ട് 1 ആയതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് 1 ഇവിടെ 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 × 1² ദാറ്റ് ഈസ് 3 എന്ന് കിട്ടും. ആൻഡ് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് അതായത് ജി ഡാഷ് ഓഫ് 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ആൻഡ് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്തല്ല, നോട്ട് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ബൈ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്ന് എഴുതാം. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്താണ്, ഇവിടെ 3 ആണ്. ആൻഡ് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്താണ്, 1 ആണ്. സോ ഈ ലിമിറ്റിൻ്റെ വാല്യൂ എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു 3. ഈ ക്വസ്റ്റ്യനിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഒരു 0/0 എന്ന ഫോമിലാണ് കിടന്നിരുന്നത്, അല്ല ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാണ് കിടന്നിരുന്നത്. സോ നമ്മളവിടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്തു. അതിന് പ്രിലിമിനറി വേർഷൻ ഓഫ് എൽ ഹോസ്പിറ്റൽസ് റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ഇനി ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1 നമുക്ക് ഈ എൽ ഹോസ്പിറ്റൽ റൂൾ അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് ക്യൂബ് മൈനസ് 1നെ എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്നുള്ള ഫോമുല എഴുതാം. ഓക്കെ, അത് ഐഡൻറ്റിറ്റിയാണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന ഫോമുല എഴുതാം. അപ്പോൾ അത് വെച്ചിട്ട് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് എഴുതി. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്തുണ്ട്, എക്സ് മൈനസ് 1. സോ എക്സ് മൈനസ് 1 ക്യാൻസൽ ആവും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, ഇനി ഇവിടെ ഈ ലിമിറ്റ് എന്താണ്, ഇത് നമുക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോമിലൊന്നും അല്ല വരുന്നത്. ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഇതിൻ്റെ ലിമിറ്റ് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് എക്സ് ടെൻസ് ടു 1 ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 + 1 + 1 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. നെക്സ്റ്റ് ഈസ് എൽ ഹോസ്പിറ്റൽസ് റൂൾ. ഫസ്റ്റ് നമ്മൾ കണ്ടത് എൽ ഹോസ്പിറ്റൽസ് റൂളിൻ്റെ പ്രിലിമിനറി വെർഷൻ ആയിരുന്നു. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ സ്ട്രോങ്ങർ വെർഷൻ ഓഫ് എൽ ഹോസ്പിറ്റൽസ് റൂൾ. ഓക്കെ, സോ അതെന്താണെന്ന് നോക്കാം. എഫ് ആൻഡ് ജി ബി ഡിഫറൻഷ്യബിൾ ഓൺ ആൻ ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് എക്സ് നോട്ട് എക്സെപ്റ്റ് പെർഹാപ്സ് അറ്റ് എക്സ് നോട്ട് ഇറ്റ് സെൽഫ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഫംഗ്ഷൻസ് എഫും ജിയും ഉണ്ട്. എഫും ജിയും എന്താണ്, ഒരു ഓപ്പൺ ഇൻ്റർവൽ കണ്ടെയ്നിങ് എക്സ് നോട്ടിൽ ഡിഫറൻഷ്യബിൾ ആണ്. ദെൻ അസ്യൂം ദാറ്റ് ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. നമ്മളുടെ ലിമിറ്റ് എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ള ഫോമിലാണ്. അവിടെ എഫും ജിയും എന്താണ്, എക്സ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. ആൻഡ് വി അസ്യൂം ദാറ്റ് ഫസ്റ്റ് കണ്ടീഷൻ ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ജി ഡാഷ് ഓഫ് എക്സും നോട്ട് ഈക്വൽ ടു 0 ആണ് ഇൻ ആൻ ഇൻ്റർവെൽ എബൌട്ട് എക്സ് നോട്ട്. ഒരു എക്സ് നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇൻ്റർവെല്ലിൽ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്താണ്, ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് എടുത്തു.
എഫ് ആൻഡ് ജി, തേർഡ് കണ്ടീഷൻ, എഫ് ആൻഡ് ജി എന്താണ്, കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട്. എഫും ജിയും അറ്റ് എക്സ് നോട്ട് കണ്ടിന്യൂസ് ആണ്. ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ജി ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എല്ലും ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയാം. ഓക്കെ, സോ എൽ ഹോസ്പിറ്റൽസ് റൂളിൻ്റെ സ്ട്രോങ്ങർ വേർഷനിൽ പറയുന്നത് രണ്ട് ഫംഗ്ഷൻ എഫും ജിയും ഉണ്ട്. അതൊരു ഓപ്പൺ ഇൻ്റർവെൽ കണ്ടെയ്നിങ് എക്സ് നോട്ടിൽ ഡിഫറൻഷ്യബിൾ ആണ്. ദെൻ ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് എഴുതാം. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ജി ഓഫ് എക്സ് ഡിനോമിനേറ്ററിൽ വരുന്ന ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്താണ്? ഇറ്റ് ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. ദെൻ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട്, ഇവിടെ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ജി ഡാഷ് ഓഫ് എക്സ് എന്താണ്? നോട്ട് ഈക്വൽ ടു 0. സോ ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ് ഫോർ ഓൾ എക്സ് ഇൻ ദ ഇൻ്റർവെൽ എബൌട്ട് എക്സ് നോട്ട്. ആ ഇൻ്റർവെല്ലിൽ എന്താണ്? ഫോർ ഓൾ എക്സിന് ജി ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 കിട്ടണം. പിന്നെ എഫും ജിയും അറ്റ് എക്സ് നോട്ട് കണ്ടിന്യൂസ് ആവണം. ആൻഡ് എഫ് ഓഫ് എക്സ് നോട്ട്, എഫിൻ്റെ വാല്യൂ അറ്റ് എക്സ് നോട്ടും ജീൻ്റെ വാല്യൂ അറ്റ് എക്സ് നോട്ടും ഈക്വൽ ടു 0യുമാണ്. ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എൽ. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണെന്ന് പറയാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എക്സ് നോട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ബൈ ജി ഡാഷ് ഓഫ് എക്സ്. ഓക്കെ, സോ നമുക്ക് ഈ സ്ട്രോങ്ങർ വേർഷൻ വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് മൈനസ് എക്സ് ബൈ ടാൻ എക്സ് മൈനസ് എക്സ്. ഓക്കെ, അതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് മൈനസ് എക്സ് ബൈ ടാൻ എക്സ് മൈനസ് എക്സ് ആണ്. നമുക്കിത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇതെന്താണ്? 0/0 ഫോമിലാണ്. കാരണം എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് മൈനസ് എക്സ് എന്താണ്? സൈൻ 0 0 ആണ്, മൈനസ് എക്സ് എന്താണ്? 0. സോ 0 മൈനസ് 0 ബൈ ടാൻ എക്സിന് 0 കൊടുത്താൽ ടാൻ 0 ആണ്. ടാൻ 0 ഈസ് 0 മൈനസ് 0, ദാറ്റ് ഈസ് 0/0 ഫോമിലാണ്. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. സോ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ്, നമ്മൾ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കാണണം അല്ലേ? സോ സൈൻ എക്സ് മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ എക്സിൻ്റെത് കോസ് എക്സ്, മൈനസ് എക്സിൻ്റെത് -1 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ ടാൻ എക്സ് മൈനസ് എക്സ്, ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 6² ആണ്. സോ 6² എക്സിൻ്റെത് എന്താണ്? 1, സോ -1 എന്ന് കിട്ടും. ഇനി വീണ്ടും ഇത് നോക്കി നോക്കുക. എക്സ്റ്റെൻസ് ടു 0 കോസ് എക്സ് -1 ബൈ 6² എക്സ് -1. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതെന്താണ്? 0/0 ഫോമിലാണ് കിടക്കുന്നത്. എക്സ്റ്റെൻസ് ടു 0 കോസ് എക്സിന് കോസ് 0 എന്താണ്? കോസ് 0 ഈസ് 1, സോ 1 - 1 വരും ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ 6² ആണ്. അവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുത്താൽ എന്താണ്? ദാറ്റ് ഈസ് ഓൾസോ 1, സോ 1 - 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് അത് വീണ്ടും എന്താണ്? 0/0 ഫോമിലാണ്. സോ ഈ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. സോ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാണ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ആണ്. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? കോസ് എക്സ് -1, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. ഡിവൈഡഡ് ബൈ 6² എക്സ് -1. ഇനി 6² എക്സ് -1ൻ്റെ ഡെറിവേറ്റീവ് ആണ്. 6² എക്സ് -1ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 6² എക്സിൻ്റെ 2 sec x, 6² എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 sec x ഇൻറ്റു d/dx ഓഫ് sec x എന്ന് കിട്ടും അല്ലേ? നമ്മളിവിടെ ചെയിൻ റൂളാണ് യൂസ് ചെയ്യുന്നത്. 6² എക്സിൻ്റെത് 2 sec x ഇൻറ്റു d/dx ഓഫ് sec x. sec എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇറ്റ് ഈസ് sec x tan x. സോ ദിസ് വിൽ ബിക്കം 2 sec x ഇൻറ്റു sec x tan x എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 sec² x പിന്നെ tan x. സോ മൈനസ് sin x ബൈ 2 sec² x tan x എന്ന് കിട്ടും. വീണ്ടും ഇതെന്താണ്? 0/0 ഫോമിലാണ്. സോ അവിടെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. സോ മൈനസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 2 sec² x tan x. അതിൻ്റെ ഇതാണ് കാണേണ്ടത്, അതിൻ്റെ ഡെറിവേറ്റീവാണ് കാണേണ്ടത്. സോ 2 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുത്തു. ബാക്കി എന്താണുള്ളത്? sec² x tan x. സോ sec² x tan x എന്താണ്? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ? UV എന്നുള്ള റൂൾ അപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ sec² x എടുത്തു. sec² x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് tan x. tan x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? sec² x. sec² x ആണെന്ന് കിട്ടും. tan x ഇൻറ്റു അടുത്തത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് sec² x. sec² x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 sec x ഇൻറ്റു d/dx ഓഫ് sec x, ദാറ്റ് ഈസ് sec x tan x ആണ് അല്ലേ? സോ ഇത് നമുക്ക് കിട്ടുക 2 ഇൻറ്റു ഇവിടെ എന്താണ്? sec² x ഇൻറ്റു sec² x, ദാറ്റ് ഈസ് 2 ഇൻറ്റു 2 ഇൻറ്റു ഉണ്ട് sec raised to 4x എന്ന് കിട്ടും. സോ 2 ഇൻറ്റു sec raised to 4x പ്ലസ് 2 ഇൻറ്റു ഉണ്ട് പിന്നെ ഇവിടെ എന്താണ്? tan x ഇൻറ്റു 2 sec tan x ഉണ്ട്
tan x ഇൻറ്റു 2 sec x ഇൻറ്റു sec x tan x ആണ്. സോ ഇതിന് നമുക്ക് 2 ഇൻറ്റു 2 4 sec x ഇൻറ്റു sec x എന്നാണ് sec സ്ക്വയർ എക്സ്. ഇവിടെ ഒരു tan x ഇൻറ്റു tan x വേണം, tan സ്ക്വയർ എക്സ് കിട്ടും. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് 4 sec സ്ക്വയർ എക്സ് tan സ്ക്വയർ എക്സ് പ്ലസ് 2 sec റേസ് ടു 4x എന്ന് കിട്ടും. ഇതിൽ നമ്മൾ എക്സ് ടെൻസ് ടു 0 അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഡയറക്റ്റ് നമുക്ക് ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്കിവിടെ 0/0 ഫോമിലല്ല കിട്ടുന്നത്. നമുക്ക് എന്താ ഇവിടെ കിട്ടുന്നത്, എക്സ് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ മൈനസ് കോസ് 0. കോസ് 0 എന്താണ്, 1 ആണ്. സോ ന്യൂമറേറ്റർ ഈസ് -1 കിട്ടും. ഡിനോമിനേറ്ററിൽ 4 sec സ്ക്വയർ എക്സ് tan സ്ക്വയർ എക്സ്, അതായത് 4 ഇൻറ്റു sec സ്ക്വയർ 0. sec സ്ക്വയർ 0 എന്താണ്, ഇറ്റ് വിൽ ബി 1 ഇൻറ്റു tan സ്ക്വയർ 0. tan സ്ക്വയർ 0 ഈസ് 0 പ്ലസ് 2 ഇൻറ്റു sec സ്ക്വയർ 4x. sec സ്ക്വയർ 4x sec എക്സിൽ 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ sec 0 എന്താണ്, ഇറ്റ് ഈസ് 1. സോ sec റേസ് ടു 4x 6 റേസ് ടു 4x അല്ലെങ്കിൽ 6 റേസ് ടു 40 എന്ന് പറയുന്നത് എന്താ, ഇറ്റ് വിൽ ബി 1 റേസ് ടു 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1. സോ 2 ഇൻറ്റു 1 എന്ന് വരും. സോ -1 ഇത് കംപ്ലീറ്റ് 0 ആയിപ്പോയി, ബാക്കി എന്താ ഉള്ളത് 2. സോ -1/2 എന്ന് കിട്ടും ഇതിൻ്റെ ഇത്. സോ ദിസ് ഈസ് ദ ആൻസർ. നെക്സ്റ്റ് പ്രോബ്ലം, ഇവാലുവേറ്റ് ദ ലിമിറ്റ് x ടെൻസ് ടു π/4 sec സ്ക്വയർ എക്സ് മൈനസ് 2 tan x ബൈ 1 പ്ലസ് കോസ് 4x. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് x ടെൻസ് ടു 4 sec സ്ക്വയർ എക്സ് മൈനസ് 2 tan x ബൈ 1 പ്ലസ് കോസ് 4x ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇവിടെ ലിമിറ്റ് x ടെൻസ് ടു π/4 ന്യൂമറേറ്റർ എന്താണ്, sec സ്ക്വയർ എക്സ് മൈനസ് 2 tan x. അതായത് ലിമിറ്റ് x ടെൻസ് ടു π/4 sec സ്ക്വയർ എക്സ് മൈനസ് 2 tan x നമുക്ക് എന്താ കിട്ടുക, sec സ്ക്വയർ എക്സ് മൈനസ് sec സ്ക്വയർ എക്സ് tan x കോസ് 4x ഇതെല്ലാം കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഈ കംപ്ലീറ്റ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആയിരിക്കും. സോ sec സ്ക്വയർ എക്സ് മൈനസ് 2 tan x എന്താണ്, കംപ്ലീറ്റ് ഫംഗ്ഷൻ ആണ്. സോ ലിമിറ്റ് x ടെൻസ് ടു π/4 sec സ്ക്വയർ എക്സ് മൈനസ് 2 tan x നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിൻ്റെ സ്ഥലത്ത് π/4 കൊടുക്കാം. ദാറ്റ് ഈസ് sec സ്ക്വയർ π/4 മൈനസ് 2 tan π/4 എന്ന് കിട്ടും. sec സ്ക്വയർ π/4 എന്താണ്, sec π/4 is √2, that is √2 സ്ക്വയർ എന്ന് കിട്ടും. sec സ്ക്വയർ π/4 മൈനസ് 2 tan π/4. tan π/4 എന്താണ്, 1 ആണ്. സോ 2 ഇൻറ്റു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2 മൈനസ് 2. സോ ന്യൂമറേറ്ററിൽ എന്താണ് കിട്ടുക, ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. അതായത് ലിമിറ്റ് x ടെൻസ് ടു π/4 sec സ്ക്വയർ എക്സ് മൈനസ് 2 tan x നമുക്ക് 0 ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ലിമിറ്റ് x ടെൻസ് ടു π/4 1 പ്ലസ് കോസ് 4x എന്താണെന്ന് കാണണം. ഇവിടെ കോസ് 4x കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ലിമിറ്റ് x ടെൻസ് ടു π/4 1 പ്ലസ് കോസ് 4x നമുക്ക് എന്തായാലും മതി, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് π/4 എന്ന വാല്യൂ കൊടുത്താൽ മതി. സോ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ എന്താ കിട്ടുക, 1 പ്ലസ് കോസ് 4 ഇൻറ്റു π/4 അല്ലേ, 4 ഇൻറ്റു π/4 വരും. സോ π/4 ക്യാൻസൽ ആകുമ്പോൾ കോസ് പൈ എന്ന് കിട്ടും. 1 പ്ലസ് കോസ് പൈ എന്താണ്, -1. സോ 1 പ്ലസ് -1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, ദിസ് ഈസ് ഓഫ് ദ ഫോം 0/0, അതായത് ഇൻഡിറ്റർമിനേറ്റ് ആണ്. സോ നമുക്ക് അവിടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. നമ്മളിതിൻ്റെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാണ്. അതായത് ലിമിറ്റ് x ടെൻസ് ടു π/4 ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, sec സ്ക്വയർ എക്സിൻ്റെത് 2 sec x ഇൻറ്റു sec x tan x ആണ്. സോ 2 sec സ്ക്വയർ എക്സ് tan x എഴുതാം, മൈനസ് 2 ഇൻറ്റു tan എക്സിൻ്റെത് എന്താണ്, sec സ്ക്വയർ എക്സ് 2 sec സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 4xൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് -4 sin 4x എന്ന് കിട്ടും. ഇനി വീണ്ടും ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ രണ്ട് ടേമിലും എന്തുണ്ട്, sec സ്ക്വയർ എക്സ് വരുന്നുണ്ട് അല്ലേ, sec സ്ക്വയർ എക്സ് 2 sec സ്ക്വയർ എക്സ് വരുന്നുണ്ട്. സോ ഈ 2ന് നമുക്ക് 2 sec സ്ക്വയർ എക്സിന് നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി എന്താ വരിക, 2 sec സ്ക്വയർ എക്സിന് നമ്മൾ എടുത്താൽ ബാക്കി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്, tan x മൈനസ് 1 എന്നാണ് കിട്ടുക. tan x മൈനസ് 1 കിട്ടും, ഡിവൈഡഡ് ബൈ -4 sin 4x എന്ന് കിട്ടി. സോ ഈ 4ഉം ഈ 2ഉം ക്യാൻസലായിട്ട് ഇവിടെ നമുക്ക് എന്ത് കിട്ടും, sec സ്ക്വയർ എക്സ് ഇൻറ്റു tan x മൈനസ് 1 ബൈ -2 sin 4x എന്ന് കിട്ടും. ഇനി ഇത് നോക്കൂ, ഇത് വീണ്ടും ലിമിറ്റ് x ടെൻസ് ടു π/4 sec സ്ക്വയർ എക്സ് ഇൻറ്റു tan x മൈനസ് 1 ബൈ -2 sin 4x ആണ്. ഇവിടെ നമ്മൾ ലിമിറ്റ് ഇത് വീണ്ടും എന്താണ്, ഒരു റേഷണൽ ഫംഗ്ഷൻ്റെ ഫോമിലാണ്. സോ നമ്മൾ ലിമിറ്റ് x ടെൻസ് ടു π/4 ന്യൂമറേറ്ററും ലിമിറ്റ് x ടെൻസ് ടു π/4 ഡിനോമിനേറ്ററും കാണും. സോ ലിമിറ്റ് x ടെൻസ് ടു π/4 sec സ്ക്വയർ എക്സ് ഇൻറ്റു tan x മൈനസ് 1 എന്താണ്, സോ ലിമിറ്റ് x ടെൻസ് ടു π/4 ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, sec സ്ക്വയർ π/4 ഇൻറ്റു tan π/4 മൈനസ് 1 ആണ്. tan π/4 1 ആയതുകൊണ്ട് 1 - 1 ഈക്വൽ ടു 0 കിട്ടും. സോ 0 ഇൻറ്റു ദിസ് ഇസ് ഈക്വൽ ടു 0. സോ ന്യൂമറേറ്ററിലെ ലിമിറ്റ് നമുക്ക് എന്ത് കിട്ടും, 0 ആണ് കിട്ടും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ലിമിറ്റ്, അതായത് ലിമിറ്റ് x ടെൻസ് ടു π/4 -2 sin 4x കാണണം. സോ ഇതെന്താണ്, -2 sin
4 ഇൻറ്റു എക്സ്, എക്സിൻ്റെ സ്ഥലത്ത് എന്താണ് π/4 ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ആകുമ്പോൾ എന്നിട്ട് -2 sin π, sin π എന്താണ് 0 ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു 0. സോ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ വീണ്ടും എന്താണ് 0/0 ഫോമിലാണ്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുക. അതായത് നമ്മൾ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു π/4 ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. സോ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ അവിടെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ c² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണ് tan x - 1 ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, sec² വരും, പ്ലസ് second function is tan x - 1 into derivative of first function. sec² x ൻ്റെ ഡെറിവേറ്റീവ് എന്താണ് 2 sec x into sec x tan x, that is 2 sec² x tan x എന്ന് കിട്ടും. ഹോൾ ഡിവൈഡഡ് ബൈ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് -2 sin 4x ൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, -2 into 4 cos 4x വരും, ദാറ്റ് ഈസ് -8 cos 4x. ഇനി ഇവിടെ വീണ്ടും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂമറേറ്റർ എന്ത് കിട്ടും. സോ ഇവിടെ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ x ടെൻസ് ടു π/4, ഇതെന്താണ് sec² x ഇൻറ്റു sec² x, അതായത് 6⁴x ആണ്. സോ ഇവിടെ sec എക്സിൻ്റെ സ്ഥലത്ത് എന്താണ് π/4 ആണ്. sec π/4 എന്താണ് √2 ആണ്, ദാറ്റ് ഈസ് √2⁴ എന്ന് കിട്ടും. മൈനസ് tan x - 1 ഇൻറ്റു 2 sec² x tan x ആണ്. x ടെൻസ് ടു π/4 ആകുമ്പോൾ tan π/4 എന്താവും 1 ആണ്. സോ 1 - 1 വരും, 0 ഇൻറ്റു ഈ ഹോൾ ടേം വരും. സോ ദിസ് വിൽ ബിക്കം 0. സോ √2⁴ മൈനസ് 0 ഡിവൈഡഡ് ബൈ -8 ഇൻറ്റു cos 4x, cos 4 ഇൻറ്റു എക്സിൻ്റെ സ്ഥലത്ത് എന്ത് വരും, π/4 വരും, ദാറ്റ് ഈസ് cos π എന്ന് കിട്ടും. cos π എന്താണ് -1. സോ -8 ഇൻറ്റു -1 ദാറ്റ് ഈസ് 8. √2⁴ എന്താണ് 4. സോ 4/8 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 1/2. നെക്സ്റ്റ് വൺ, ഇൻഡിറ്റർമിനേറ്റ് ഓഫ് ദ ഫോം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി. ഇതുവരെ നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന ഇൻഡിറ്റർമിനേറ്റ് ലിമിറ്റ്സ് എന്ത് ഫോമായിരുന്നു, 0/0 ആയിരുന്നു. ഇനി ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന ഫോമില്ല. ഇനി ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. സെയിം തന്നെയാണ്, പക്ഷേ ഇവിടെ എന്താണ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലാണ് വരുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇവാലുവേറ്റ് ദ ലിമിറ്റ് x ടെൻസ് ടു π/2 മൈനസ് sec x by 1 plus tan x. ഓക്കെ, സോ ലിമിറ്റ് x ടെൻസ് ടു π/2 മൈനസ് sec x by 1 plus tan x കൺസിഡർ ചെയ്ത് നോക്കൂ. ഇതെന്ത് ഫോമിലാണ് കിടക്കുന്നത്, ഇതിങ്ങനെ വരുമ്പോൾ നമ്മൾ ന്യൂമറേറ്ററിനെ എടുക്കുക. ലിമിറ്റ് x ടെൻസ് ടു π/2 മൈനസ് sec x, അതെന്താ വരിക, sec x കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ലിമിറ്റ് x ടെൻസ് ടു π/2 മൈനസ് sec x ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, sec π/2 ആയിരിക്കും. sec π/2 എന്താണ്, ഇറ്റ് ഇസ് ഈക്വൽ ടു 1 cos π/2, ദാറ്റ് ഈസ് 1/0 എന്ന് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ ന്യൂമറേറ്റർ നമുക്ക് എന്താണ് ഇൻഫിനിറ്റി എങ്കിൽ ബൈ ഡിനോമിനേറ്ററിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് ലിമിറ്റ് x ടെൻസ് ടു π/2 മൈനസ് 1 പ്ലസ് tan x. tan x കണ്ടിന്യൂസ് ആയതുകൊണ്ട് 1 പ്ലസ് tan x ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. സോ ലിമിറ്റ് x ടെൻസ് ടു π/2 മൈനസ് 1 പ്ലസ് tan x ഇസ് ഈക്വൽ ടു എന്താവും, 1 പ്ലസ് tan π/2 ആവും. ഓക്കെ, 1 പ്ലസ് tan π/2. tan π/2 എന്താണ്, tan π/2 ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. സോ ദാറ്റ് ഡിനോമിനേറ്ററിൽ എന്ത് കിട്ടും, 1 പ്ലസ് tan π/2, ദാറ്റ് ഈസ് ഡിനോമിനേറ്റർ നമുക്ക് ഇൻഫിനിറ്റി കിട്ടും. ദാറ്റ് ഈസ് നമുക്ക് എന്ത് ഫോമില കിട്ടുന്നത്, ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന ഫോമിലാണ്. അതെന്താണ്, ദാറ്റ് ഈസ് എൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. സോ നമുക്ക് അവിടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. സോ ലിമിറ്റ് x ടെൻസ് ടു π/2 മൈനസ് sec x by 1 പ്ലസ് tan x എന്താവും, ലിമിറ്റ് x ടെൻസ് ടു π/2 മൈനസ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. സോ sec xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, sec x tan x ബൈ 1 പ്ലസ് tan എക്സിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ഈക്വൽ ടു sec²x. ഈ sec xും ക്യാൻസൽ ആവും. tan x എന്താണ്, tan x ഇസ് ഈക്വൽ ടു sin x ബൈ cos x ആണ്. ആൻഡ് sec x എന്താണ്, 1/cos x. സോ ഇൻറ്റു 1/cos x വരും. ഈ cos xും ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉണ്ടാവുക, sin x. സോ ലിമിറ്റ് x ടെൻസ് ടു π/2 മൈനസ് sin x എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും sin x ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ലിമിറ്റ് x ടെൻസ് ടു π/2 മൈനസ് sin x ഇസ് ഈക്വൽ ടു sin π/2 ആയിരിക്കും. ആൻഡ് sin π/2 ഈക്വൽ ടു 1. സോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിൽ വന്നാലും നമുക്ക് അവിടെ എന്ത് അപ്ലൈ ചെയ്യാം, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് സെഷനിൽ പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് പ്രോഡക്ട്സ് ആൻഡ് ഡിഫറൻസസ് ആണ്. അതായത് ഇൻഡിറ്റർമിനേറ്റ് പ്രോഡക്ട്സ് പറഞ്ഞാൽ 0 ഇൻറ്റു ഇൻഫിനിറ്റി ആ ഫോമിൽ വരുന്നതും, ആൻഡ് ഡിഫറൻസസ് പറഞ്ഞാൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന ഫോമിൽ വരുന്നതും. സോ ഈ രണ്ട് രീതിയിലുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ 0/0 എന്നുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്കാക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്കാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യും.
ഒരു പ്രോബ്ലം നോക്കാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എക്സ് കോട്ട് എക്സ് ആണ്. ഇതിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എക്സ് കോട്ട് എക്സ് എന്താണ്? ഇറ്റ് ഈസ് 0 ഇൻറ്റു കോട്ട് 0 ആണ് അല്ലേ. കോട്ട് 0 എന്നാണ്? കോട്ട് 0 ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ 0 ഇൻറ്റു ഇൻഫിനിറ്റി എന്ന ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, സോ ഇതെന്താണ്? ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. പക്ഷെ നമ്മൾ ഈ ഇൻഡിറ്റർമിനേറ്റ് ഫോമിനെ ഒന്നെങ്കിൽ 0/0 അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന ഫോമൊക്കെ ആക്കണം. സോ അതിന് വേണ്ടിയിട്ട് എക്സ് കോട്ടെക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ബൈ ടാൻ എക്സ്. കോട്ടെക്സ് എന്താണ്? 1/tan x ആണ്. സോ ഇതിനെ എക്സ് ബൈ ടാൻ എക്സ് എന്ന് എഴുതി. ദറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എക്സ് കോട്ടെക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എക്സ് ബൈ ടാൻ എക്സ് എന്ന് എഴുതി. ഇനി ലിമിറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. എന്താ വരിക? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ബൈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 tan x. tan 0 എന്താണ്? 0. സോ ഇതെന്തായി? 0/0 ഫോമിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്താൽ മതി ഇവിടെ? ഇനി ഇവിടെ നമുക്ക് ഡയറക്റ്റ് എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്താൽ മതി. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് ബൈ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു എന്താവും? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/tan എക്സിൻ്റെ ഡെറിവേറ്റീവ് 6² x. ആൻഡ് ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ? 1/6² 0. 60 എന്താണ്? 1 ആണ്. സോ 1/1 കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഈ ഒരു ലിമിറ്റിനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1/sin x മൈനസ് 1/x. സോ ക്വസ്റ്റ്യനിൽ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1/sin x മൈനസ് 1/x ആണ് അല്ലേ. നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1/sin x എന്താണ്? 1/0. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1/x എന്താണ്? 1/0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇൻഫിനിറ്റി ബൈ മൈനസ് ഇൻഫിനിറ്റി. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1/sin x മൈനസ് 1/x എന്ത് ഫോമിലാണ്? ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി എന്ന ഫോമിലാണ്. ഇതെന്താണ്? ദിസ് ഇസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. സോ നമ്മൾ പറഞ്ഞു 0 ഇൻറ്റു പ്രൊഡക്റ്റ് ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ 0 ഇൻറ്റു ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ഈ ഫോമിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യും? ഒന്നെങ്കിൽ 0/0 എന്ന അല്ലെങ്കിൽ ഇൻഫിനിറ്റി എന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോമിലേക്ക് മാറ്റും. ഇവിടെ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. 1/sin x മൈനസ് 1/x ആണ്. സോ ഇതിനെ നമുക്ക് എക്സ് മൈനസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് സൈൻ എക്സ് എന്താണ്? എക്സ്റ്റെൻസ് ടു 0 കൊടുത്താൽ 0 മൈനസ് 0 സൈൻ 0 0 വരും. 0 മൈനസ് 0 ഇൻറ്റു 0 ഇൻറ്റു സൈൻ 0 ദാറ്റ് ഈസ് 0/0 എന്ന ഫോമിലാണ്. അതെന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. പക്ഷേ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1/sin x മൈനസ് 1/x ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് സൈൻ എക്സ്. ഇത് 0/0 ഫോമിലാണെങ്കിൽ ഇതുകൊണ്ട് നമ്മളവിടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് മൈനസ് സൈൻ എക്സും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സൈൻ എക്സും 0 ആണ് കിട്ടുന്നത്. സോ നമ്മൾ ന്യൂമറേറ്ററിന് അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ ലിമിറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ അതെന്താണ്? 1 മൈനസ് സൈൻ എക്സിൻ്റെ എന്താണ്? കോസ് എക്സ്. 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെത് എക്സ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു 1 എന്ന് കിട്ടി. ഇനി വീണ്ടും നോക്കൂ, ഇത് വീണ്ടും എന്താണ്? 0/0 ഫോമിലാണ് കിടക്കുന്നത്. കാരണം 1 മൈനസ് കോസ് 0 എന്താണ്? 1 ആണ്. സോ 1 മൈനസ് 1 ഈക്വൽ ടു 0 ഡിവൈഡഡ് ബൈ സൈൻ എക്സ്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എക്സ് കോസ് എക്സ് ആണ്. സോ സൈൻ എക്സ് എന്താണ്? 0 ആണ്. ആൻഡ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് കോസ് എക്സ് ആണ്. സോ 0 ഇൻറ്റു കോസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് പ്ലസ് 0. സോ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ നോക്കിയിട്ട് നമുക്ക് എന്ത് കിട്ടും? അത് 0/0 ഫോമിലാണ്. അതെന്താണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. സോ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് പ്ലസ് എക്സ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 മൈനസ് കോസ് എക്സിൻ്റെത്. കോസ് എക്സിൻ്റെത് മൈനസ് സൈൻ എക്സ് ആണ്. സോ മൈനസ് കോസ് എക്സിൻ്റെത് സൈൻ എക്സ് എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ സൈൻ എക്സ് പ്ലസ് എക്സ് കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇസ് കോസ് എക്സ് പ്ലസ് എക്സ് കോസ് എക്സിൻ്റെ എന്താണ്? എക്സ് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് കോസ് എക്സ് പ്ലസ് കോസ് എക്സ് 2 കോസ് എക്സ് മൈനസ് എക്സ് സൈൻ എക്സ് എന്നും കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കേട്ടോ? സൈൻ എക്സിന് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് എന്താണ്? 0 വരും. ഡിനോമിനേറ്റർ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 2 കോസ് എക്സ് മൈനസ് എക്സ് സൈൻ എക്സ്. സോ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആകുമ്പോൾ 0 ഇൻറ്റു സൈൻ 0 ഇത് 0 ആയിപ്പോയി. ഇവിടെ എന്താണ്? 2 ഇൻറ്റു കോസ് 0 കോസ് 0 1 ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 എന്നിട്ട്. സോ 0/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് സെഷൻ ഈസ് ഇൻഡിറ്റർമിനേറ്റ് പവേഴ്സ്. ഓക്കെ, അതായത് ഇൻ പവേഴ്സ് ഇൻഡിറ്റർമിനേറ്റ് ഫോമിലാവുക. അതായത് 1 raised to infinity 0 raised to 0 ഇൻഫിനിറ്റി raised to 0 ഇങ്ങനത്തെയൊക്കെ ഫോമിൽ നമ്മൾ ലിമിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്.
നെക്സ്റ്റ് ഈസ് ഇൻഡിറ്റർമിനേറ്റ് പവേഴ്സ്. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്ന ലിമിറ്റ്സ് ഇൻഡിറ്റർമിനേറ്റ് പവേഴ്സിൻ്റെ ഫോമുല, അതായത് 1∞, 0∞, ഇൻഫിനിറ്റി∞, ഈ ഫോമുലൊക്കെ ആണെങ്കിൽ, ഇങ്ങനത്തെ ഫോമുലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ലിമിറ്റിനെ ഒന്നെങ്കിൽ ഇൻഫിനിറ്റി ഫോമിലേക്ക് അല്ലെങ്കിൽ 0/0 എന്ന ഫോമിലേക്ക് ആക്കുക. എന്നിട്ട് എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഒരു പ്രോബ്ലം നോക്കാം. ആ ഫോമിൽ വരുന്ന ലിമിറ്റ് x⁻1 - x⁻1/1 - x, ഇതിൻ്റെ ലിമിറ്റാണ് കാണുന്നത്, x⁻1 ഇനി ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ഫോമിലാണ് കിടക്കുന്നത്, ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ഫോമിലാണ്, x⁻1 ആണ്, 1 ആണ്. സോ ഇവിടെ 1⁻1/1 - 1 എന്ന് കിട്ടും. അതായത് 1⁻1/0, ദാറ്റ് ഈസ് 1⁻∞ എന്ന ഫോമിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് പവർ ഫോമിലാണ് കിടക്കുന്നത്. സോ ഇതിനെ നമ്മൾ ഒന്നെങ്കിൽ ഇൻഫിനിറ്റി ആക്കണം, അല്ലെങ്കിൽ 0/0 ഫോമിലേക്ക് മാറ്റണം. ഈ ലിമിറ്റാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, അല്ലേ, ലിമിറ്റ് x⁻1 - x⁻1/1 - x. സോ ഇതിനെ നമ്മൾ k(x) എന്നെടുത്തു. k(x) x⁻1/1 - x എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ln ഓഫ് k, ഇതിൻ്റെ എന്ത് ചെയ്യുക, രണ്ട് സൈഡിൽ നമ്മൾ ലോഗരിതം എടുക്കുക. സോ ln ഓഫ് k(x) എന്താവും, ln ഓഫ് x⁻1/1 - x, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/1 - x ഇൻറ്റു ln ഓഫ് x എന്ന് എഴുതാം. ഓക്കെ, ദെൻ x⁻1 - x⁻1/1 - x ആണ് നമുക്ക് കാണേണ്ടത്, അല്ലേ. സോ ഇതിന് നമ്മൾ അതായത് നമുക്ക് ലിമിറ്റ് x⁻1 - k ഓഫ് x ആണ് കാണേണ്ടത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്, ലിമിറ്റ് x⁻1 - ln ഓഫ് k ഓഫ് x കാണുകയാണ്. ഓക്കെ, ദെൻ ലിമിറ്റ് x⁻1 - ln ഓഫ് k ഓഫ് x എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് x⁻1 - ln ഓഫ് kx ഈസ് 1/1 - x ln ഓഫ് x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x⁻1 - ln ഓഫ് x/1 - x. ഇതിനെങ്ങനെ എഴുതാം, അല്ലേ, ലിമിറ്റ് x⁻1 - ln x/1 - x എന്ന് എഴുതാം. ഇനി ഇത് എന്ത് ഫോമിലാണ് കിടക്കുന്നത്, ലിമിറ്റ് x⁻1 - ln ഓഫ് x/1 - x. അപ്പോൾ ഇവിടെ ലിമിറ്റ് x, ന്യൂമറേറ്ററിൽ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ലിമിറ്റ് x⁻1 - ln x എന്ന് കിട്ടും. ദാറ്റ് ഈസ് ലിമിറ്റ് x⁻1 - ln x പറഞ്ഞാൽ ln ഓഫ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ 0 അടുത്തത് ഡിനോമിനേറ്ററിൽ അപ്ലൈ ചെയ്താൽ ലിമിറ്റ് x⁻1 - 1 - x എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 - 1 ഈക്വൽ ടു 0. സോ ഇതെന്താണ്, 0/0 ഫോമിലാണ് കിടക്കുന്നത്. സോ നമ്മൾ 1⁻∞ എന്നുള്ളതിനെ 0/0 എന്ന ഫോമിലേക്ക് ആക്കി. ഇനി 0/0 ഫോമിലാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. സോ ലിമിറ്റ് x⁻1 - ln ഓഫ് x/1 - x നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് x⁻1 ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ്, ln ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/x ഡിവൈഡഡ് ബൈ 1 - എക്സിൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് -1. സോ ഇതെന്താണ്, ലിമിറ്റ് x⁻1 - 1/x -1 ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് x⁻1 - -1/x എന്ന് കിട്ടി. സോ ഇവിടെ x⁻1 കൊടുത്താൽ എന്താ കിട്ടുക, -1 എന്ന് കിട്ടും. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്, ലിമിറ്റ് x⁻1 - ln ഓഫ് k ഓഫ് x ഈക്വൽ ടു -1 ആണെന്ന് കിട്ടി. നമുക്ക് എന്താ കാണേണ്ടത്, ലിമിറ്റ് x⁻1 - x⁻1/1 - x ആണ്. അതെന്താണ്, ലിമിറ്റ് x⁻1 - k ഓഫ് x ആണ്. ഓക്കെ, സോ നമുക്ക് അറിയാം ലോഗരിതമും ഇയും ഈ ഫംഗ്ഷനും എന്താണ്, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്താണ്, ഇൻവേഴ്സ് ആണ്. സോ x is equal to e⁻ln ഓഫ് x എന്ന് എഴുതാം. സോ k ഓഫ് x is equal to നമുക്ക് എങ്ങനെ എഴുതാം, e⁻ln ഓഫ് k ഓഫ് x എന്ന് എഴുതാം. e⁻ln ഓഫ് k ഓഫ് x എന്താണ്, k ഓഫ് x തന്നെയാണ്. കാരണം ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷൻസും എന്താണ്, ഇൻവേഴ്സസ് ആണ്. സോ ഇവിടെ ലിമിറ്റ് x⁻1 - k ഓഫ് x ആണ് കാണേണ്ടത്. അത് അപ്പോൾ ഈ k ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് x⁻1 - e⁻ln ഓഫ് k ഓഫ് x എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ലിമിറ്റ് x⁻1 - e⁻ln ഓഫ് k ഓഫ് x എന്ന് കിട്ടി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലിമിറ്റിനെ നമുക്ക് പവറിലേക്ക് എടുക്കാം. ദാറ്റ് ഈസ് ലിമിറ്റ് x⁻1 - ln ഓഫ് k ഓഫ് x എന്ന് എഴുതാൻ പറ്റും. സോ and limit x⁻1 - ln ഓഫ് k ഓഫ് x നമുക്ക് എന്ത് കിട്ടി, -1 ആണ് കിട്ടി. ദാറ്റ് ഈസ് e⁻1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/e. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ദ ലിമിറ്റ് x⁻0 പ്ലസ് sin x tan x. ഓക്കെ, സോ ഈ ലിമിറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, sin x എന്താണ് 0 tan x, tan 0 എന്താണ് 0. സോ 0 എന്നുള്ള ഫോമിലാണ്. സോ നമ്മൾ ഇങ്ങനത്തെ ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ 0/0 ഫോമിലേക്ക് ആക്കണം, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോമിലേക്ക് ആക്കണം. സോ ഇതെന്താണ് 0 എന്നുള്ള ഫോമിലാണ്, അല്ലേ. സോ നമ്മളിവിടെ k
കെ ഓഫ് എക്സ് ഈ ഫംഗ്ഷന് സൈൻ എക്സ് റേസ് ടു ടാൻ എക്സിനെ കെ ഓഫ് എക്സ് എന്ന ഫോമിൽ ആയിട്ട് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എൽ എൻ ഓഫ് കെ ഓഫ് എക്സ് എന്തായിരിക്കും? ഇങ്ങനെ പവേഴ്സിൻ്റെ ഫോമിൽ വരുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? എപ്പോഴും അതിൻ്റെ എൽ എൻ എടുക്കണം രണ്ട് സൈഡിലും. സോ എൽ എൻ ഓഫ് കെ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൽ എൻ ഓഫ് സൈൻ എക്സ് റേസ് ടു ടാൻ എക്സിൻ്റെ എൽ എൻ വരും. എൽ എൻ ഓഫ് സൈൻ എക്സ് റേസ് ടു ടാൻ എക്സ് ഇതെങ്ങനെ എഴുതാം? ടാൻ എക്സ് ഇൻറ്റു എൽ എൻ ഓഫ് സൈൻ എക്സ് എന്ന് എഴുതാം. ഓക്കെ, സോ എൽ എൻ ഓഫ് കെ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടാൻ എക്സ് ഇൻറ്റു എൽ എൻ ഓഫ് സൈൻ എക്സ് എന്ന് എഴുതി. ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് സൈൻ എക്സ് റേസ് ടു ടാൻ എക്സ് ആണ് നമുക്ക് കണ്ടത്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് കെ ഓഫ് എക്സ് ആണ് കണ്ടത്. നമ്മളിവിടെ എൽ എൻ ഓഫ് കെ ഓഫ് എക്സിൻ്റെ ലിമിറ്റ് കാണും. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എൽ എൻ ഓഫ് കെ ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് കെ ഓഫ് എക്സ് എന്താണ്? എൽ എൻ ഓഫ് കെ ഓഫ് എക്സ് എന്താണ്? ടാൻ എക്സ് ഇൻറ്റു എൽ എൻ ഓഫ് സൈൻ എക്സ്. സോ ഇവിടെ എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എൽ എൻ ഓഫ് സൈൻ എക്സ് എന്ന് എഴുതാം. നമുക്കിതിനെ ഒന്നെങ്കിൽ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി അല്ലെങ്കിൽ 0/0 ഫോമിലേക്കാണ് ആക്കേണ്ടത് അല്ലേ? സോ ഇവിടെ ഈ ടാൻ എക്സിന് എൽ എൻ സൈൻ എക്സിന് അങ്ങനെ തന്നെ വെച്ചു. ടാൻ എക്സിന് ഞാൻ 1/cot x എന്ന് എഴുതി. സോ ദിസ് വിൽ ബിക്കം എൽ എൻ എക്സ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ ഓഫ് സൈൻ എക്സ് ബൈ കോട്ട് എക്സ് എന്ന് കിട്ടും. സോ നമ്മൾ ഇനി ഇവിടെ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ ഓഫ് സൈൻ എക്സ് ബൈ കോട്ട് എക്സിൽ നമ്മൾ ഫസ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ ഓഫ് സൈൻ എക്സ് കാണും. അതെന്താ കിട്ടുക? എൽ എൻ ഓഫ് സൈൻ 0. സൈൻ 0 ആണ്. ദാറ്റ് ഈസ് എൽ എൻ ഓഫ് 0. എൽ എൻ ഓഫ് 0 ഈക്വൽ ടു എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ആണ്. സോ എൽ എൻ ഓഫ് 0 മൈനസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് നമുക്കിവിടെ ന്യൂമറേറ്ററിൽ എന്താ കിട്ടുക? മൈനസ് ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഇനി ഡിനോമിനേറ്റർ എന്താണ്? കോട്ടെക്സ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കോട്ടെക്സ്. ഇതെന്താ വരാം? കോട്ട് 0 എന്ന് വരും അല്ലേ? കോട്ട് 0 എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ ഇതെന്താ വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ ഓഫ് സൈൻ എക്സ് ബൈ കോട്ടെക്സ്. കോട്ടെക്സ് എന്താണ്? ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന ഫോമിലാണ്. സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൻ്റെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എൽ എൻ ഓഫ് സൈൻ എക്സ് എന്താണ്? കോട്ടെക്സ്. അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോട്ടെക്സ് ആണ്. കോട്ടെക്സ് ബൈ കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കൊസീക് സ്ക്വയർ എക്സ് ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കോട്ടെക്സ് ബൈ മൈനസ് കൊസീക് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കോട്ടെക്സിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. ആൻഡ് സൈൻ കൊസീക് സ്ക്വയർ എക്സ് എന്താണ്? കൊസീക് സ്ക്വയർ എക്സ് ഡിനോമിനേറ്ററിൽ കൊസീക് സ്ക്വയർ എക്സ് ആണ്. സോ മൈനസ് അവിടെ ഉണ്ട്. കൊസീക് സ്ക്വയർ എക്സ് എന്താണ്? 1/sin സ്ക്വയർ എക്സ് ആണ്. സോ 1/sin സ്ക്വയർ എക്സ് വരുമ്പോൾ അത് ന്യൂമറേറ്ററിലേക്ക് പോകും. സോ ഈ സൈൻ എക്സും ക്യാൻസൽ ആവും. ബാക്കി അവിടെ എന്താ ഉള്ളത്? മൈനസ് കോസ് എക്സ് സൈൻ എക്സ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് കോട്ട് എക്സ് ബൈ മൈനസ് കൊസീക് സ്ക്വയർ എക്സിനെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് മൈനസ് സൈൻ എക്സ് കോസ് എക്സ് എന്ന് എഴുതാം. ഇനി ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്താ വരിക? എക്സ് ടെൻസ് ടു 0 പ്ലസ് മൈനസ് സൈൻ എക്സ് കോസ് എക്സിൽ സൈൻ 0 എന്ന് കിട്ടും. സോ 0 ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ ഓഫ് കെ ഓഫ് എക്സ് ആണ് 0 എന്ന് കിട്ടിയത്. നമുക്ക് എന്തിൻ്റെ ലിമിറ്റ് ആയിരുന്നു കാണേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് റേസ് ടു ടാൻ എക്സ് അല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് റേസ് ടു ടാൻ എക്സ് ആയിരുന്നു കാണേണ്ടിയിരുന്നത്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കെ ഓഫ് എക്സ്. കാരണം നമ്മൾ കെ ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് റേസ് ടു ടാൻ എക്സ് ആണ് എടുത്തിട്ടുള്ളത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കെ ഓഫ് എക്സ് എന്ന് കിട്ടി. ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എൽ എൻ ഓഫ് കെ ഓഫ് എക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെണൻഷ്യൽ ഫംഗ്ഷനും ലോഗറിതമിക് ഫംഗ്ഷനും എന്താണ്? ഇൻവേഴ്സസ് ആയതുകൊണ്ട് നമുക്ക് എന്താ? ഇ റേസ് ടു എൽ എൻ ഓഫ് കെ ഓഫ് എക്സ് ഈക്വൽ ടു എന്താവും? കെ ഓഫ് എക്സ് ആയിരിക്കും. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഇ റേസ് ടു എൽ എൻ ഓഫ് കെ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇനി ഇവിടുന്ന് ലിമിറ്റ് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എൽ എൻ ഓഫ് കെ ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ ഓഫ് കെ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ ഓഫ് കെ ഓഫ് എക്സ്. എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ ഓഫ് കെ ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്താണ് കിട്ടി? 0 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇ റേസ് ടു 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.